സാർ, എന്തായാലും മമതാ ബാനർജി എത്തുകയാണ് നിലമ്പൂരിൻ്റെ മണ്ണിലേക്ക്. ഇനിയിപ്പോൾ പോർക്കളം കൂടുതൽ തെളിയുകയാണ്. അതോടൊപ്പം തന്നെ പലരുടെയും തന്ത്രങ്ങൾ പിഴയ്ക്കുകയാണ്. പ്രതീക്ഷയോടെ വന്നവർ ഒരു നിരാശയിലേക്ക് പോകുന്നു. അപ്രതീക്ഷിതമായി വന്നവർക്ക് പ്രതീക്ഷ കൈവരുന്നു. എന്താകും ഇനി നിലമ്പൂരിൽ? നിലമ്പൂരിനൊരു ത്രില്ലർ സ്വഭാവം കൈവന്നിരിക്കും. ആദ്യം ഈ ഉപതെരഞ്ഞെടുപ്പിനെ ആരും അത്ര കാര്യമായി കണക്കാക്കിയിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ UDF വിജയിക്കാനുള്ള സാധ്യതയാണ് നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ച് നേരത്തെ നമ്മളെല്ലാം കരുതിയിരുന്നു. പൊതുവെ ജനങ്ങളും അങ്ങനെയാണ് കരുതിയിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലായത്. പക്ഷേ എല്ലാവരുടെയും ധാരണകളെ തല്ലിപ്പൊളിച്ചുകൊണ്ട് ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തി അൻവർ ഇതിനെ വേറെ എന്തൊക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ട് അൻവർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. കാരണം അൻവറാണ് ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്. അൻവർ മത്സരിക്കുമെന്ന് ഒരു കാരണവശാലും ആർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അയാൾ സ്ഥാനാർത്ഥിയായിട്ട് വരും. അയാൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിൻ്റെ ഭാഗമാണ് മമതാ ബാനർജി ബംഗാളിൽ നിന്ന് കേരളത്തിൽ വരും. മമതാ ബാനർജിക്ക് ഇത് ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അതാണ്, CPM-നെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയത് ബംഗാളിൽ മമതാ ബാനർജിയാണ്, കോൺഗ്രസ് അല്ല. അതെ. അപ്പോൾ ആ മമതാ ബാനർജി കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വലിയൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആ കാര്യത്തിലുണ്ട്. CPM-നെ അടിക്കുക എന്ന് പറയും. കോൺഗ്രസുമായിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ അവരെപ്പോഴും ആഹ്ലാദം കാണിക്കുന്നത് CPM-നെ പൊളിക്കുന്നതില്ല. കാരണം CPM-ന്റെ 32 വർഷത്തെ ഭരണമാണ്, കുത്തകയാണ് തകർത്ത് തരിപ്പണമാക്കിയത് മമതാ ബാനർജി. ആ മമതാ ബാനർജി നിലമ്പൂരിലെത്തുമ്പോൾ നിലമ്പൂരിന് തീ പിടിക്കുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ തീ ആരുടെ വസ്ത്രമാണ് കത്തിച്ച് കളയുക നമുക്ക് പറയാൻ പറ്റും. ആരുടെ പ്രതീക്ഷകളെയാണ് തകർത്ത് കളയുക. ചാരമായി പോകും പല പ്രതീക്ഷകൾ. നമുക്കറിയാം പലരുടെയും തന്ത്രങ്ങൾ. പിണറായി വിജയൻ്റെ തന്ത്രങ്ങൾ വരെ. പിണറായി വിജയൻ ഒരുപക്ഷെ മുഹമ്മദ് റിയാസിന് വേണ്ടി സ്വരാജിനെ ബലിയാടാക്കാൻ കൊണ്ടുവന്നതാണെന്നുള്ള അങ്ങനത്തെ ഒരു പറയുന്നുണ്ട് എന്ന് ആളുകൾ പറയുന്നുണ്ട്. അവിടെ പൊളിഞ്ഞു പോകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. കാരണം വെച്ചാൽ ശക്തമായിട്ട് അൻവർ അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുകയും വലിയ ഓളം സൃഷ്ടിക്കാനായിട്ട് ദീദിയുടെ വരവ് അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ വരവ് സഹായിക്കുകയും ചെയ്താൽ അൻവർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് നേടും. 10,000+ ആണ് നമുക്ക് അൻവറിന് ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന വോട്ട് എന്ന് പറയുന്നത്. ആ അത്രയും വോട്ട് മതി UDF-ന്റെ കൊട്ടാരം ഇടിഞ്ഞു വിടാൻ. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ BJP തീരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. BJP-ക്കാർക്ക് അതിനകത്ത് ആരും താല്പര്യമില്ല. സ്ഥാനാർത്ഥിനെ നിർത്തിയില്ലെങ്കിൽ നാണക്കേടാവും എന്ന് കരുതി, അല്ലെങ്കിൽ ഒറ്റുകാരാവും, അല്ലെങ്കിൽ വോട്ട് കച്ചവടക്കാരെങ്കിലും. അത് ഒഴിവാക്കാൻ വേണ്ടി അവർ ഒരു സ്ഥാനാർത്ഥിനെ കൊണ്ട് നമ്മുടെ അർപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ BDJS ഓടിപ്പോയി കളഞ്ഞു. BJP എന്നെ നേരിട്ട് അത് ഏറ്റെടുക്കുകയും വേണമെങ്കിൽ കൃസംഗികൾക്ക് വേണ്ടി ഒരു ഒരു മത്സരം, ഫ്രീ മത്സരം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ടിരിക്കുക. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അതിനകത്ത് ഉള്ളത്. അവരെല്ലാവരും കൂടി കൂടട്ടെ എന്ന് രാജീവ് ചന്ദ്രശേഖരൻ കരുതി കാണും. കാരണം അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞത് അനാവശ്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. പക്ഷേ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാരണം ഈ തിരഞ്ഞെടുപ്പ് എത്രമാത്രം അനാവശ്യമാണെന്ന് എന്ന് കരുതിയാലും ഈ തിരഞ്ഞെടുപ്പിന് വലിയ ചില നീക്കങ്ങൾ നമ്മളുടെ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാനായിട്ട് കഴിയും. കാരണം പിണറായിക്കെതിരെ ഉള്ള ഒരു തിരഞ്ഞെടുപ്പും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഒരു മുന്നറിയിപ്പും എന്നൊക്കെ നിലയിൽ മാറേണ്ടതായിട്ടുള്ള തിരഞ്ഞെടുപ്പ് അവസാനം ചെന്ന് അത് പിണറായിക്ക് തന്നെ ഗുണകരമായി തീരുക. എന്ന് വെച്ചാൽ പിണറായി ഇടതുപക്ഷത്തിൻ്റെ ഒരു പുതിയ ഹീറോ. സ്വരാജ് ഇവിടെ ജയിച്ചാൽ വലിയ ഹീറോ ആയി പോകും. അപ്പോൾ മരുമകൻ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന താഴെ വീഴുകയും ചെയ്യും. അതുകൊണ്ടാണ് പിണറായിയുടെ കണക്കൂട്ടലുകൾ പൊളിയുന്നു എന്നൊക്കെ ചില ആൾക്കാർ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ സ്വരാജ് ജയിക്കുന്ന ഒരു സന്ദർഭം വന്നാൽ വൈകുന്നേരം ഒരു ആഹ്ലാദ പ്രകടനവും അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പോലെയൊക്കെ നടത്തി എല്ലാവരും ഇത് അടുത്ത മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ പോയി ഈ അമ്മായിയപ്പനും മരുമോനും കൂടെ കരയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. അതെ, അതങ്ങനെ വ്യക്തിപരമായിട്ട് ആണ് നമ്മൾ പരിഗണിക്കണമെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് വരും. കാരണം കുറച്ച് നാളായിട്ട് ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് CPM-നകത്ത് വലിയ അലോസരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു സംഭവമാണ്. അതിപ്പോൾ ശൈല ടീച്ചറെ വീണ്ടും ആരോഗ്യമന്ത്രി ആക്കാതിരുന്ന സമയത്ത് ഉയർന്നു വന്നൊരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുകയും അവരെ പുറത്തിരുത്തുകയും ചെയ്ത സമയത്ത് പലരും ചോദിച്ചൊരു കാര്യമായിരുന്നു. അത് പിന്നീട് ഇങ്ങനെ തുടർന്ന് വരികയാണ് ചെയ്യുന്നത്. ഇപ്പം നിരന്തരമായിട്ട് റിയാസ് അങ്ങനെ
ഈ ആക്ഷേപങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് സ്വരാജിനെ ഇവിടെ ബലികൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്ന് പറയുന്നു. അവസാനം ബലികൊടുക്കാൻ കൊണ്ടുവന്ന ആൾ ബലിത്ര തകർത്ത് ധീരമായിട്ട് വിജയിച്ച് വീരശൂരപരാക്രമത്തിലേക്ക് വന്നാൽ അത് ഇവർക്ക് വലിയ പരാജയമായിട്ട് വേണമെങ്കിൽ കണക്കാക്കപ്പെടും. അതുകൊണ്ടാണ് പുറത്ത് ആഹ്ലാദ പ്രകടനം നടത്തി അകത്ത് പോയിരുന്ന് കെട്ടിപ്പിടിച്ച് കരയും എന്നൊക്കെ പറയുന്ന സ്ഥിതി അതാണ്. അതൊക്കെ വേണമെങ്കിൽ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ യഥാർത്ഥത്തിൽ വിജയിക്കാൻ പോകുന്നത് ഇടതുപക്ഷമായിരിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് യു ഡി എഫിന് അതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വന്ന പാകപ്പിഴകളായിട്ട് നമുക്ക് കണക്കാക്കാം. വേറൊരാളും കരയും, ഈ അൻവർ തന്നെ കരയും. കാരണം എന്താ പറഞ്ഞാൽ അൻവർ എന്തിനു വേണ്ടിയാണോ ആ മുന്നണിയിൽ അൻവർ ഇപ്പോഴേ കരഞ്ഞു നടക്കുകയാണ്. അതെ. കാരണം പിണറായി വിജയനെതിരെയും ആ സർക്കാരിനെതിരെയും നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ നിന്ന് രാജിവെച്ച് സ്വന്തം MLA സ്ഥാനം പോലും കളഞ്ഞിട്ട് അവസാനം വന്ന് ഇവിടെ ഒരു ഇതിൻ്റെ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന് തുച്ഛമായ വോട്ട്, ഇപ്പോൾ 10,000 വോട്ട് പറയുന്നു, എത്ര കിട്ടുമെന്ന് നമുക്കറിയില്ല. കിട്ടിയാൽ പോലും ജയിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും അതൊരു LDF സ്ഥാനാർത്ഥി ജയിച്ചു വരുമ്പോൾ രാത്രി ഇരുന്ന് ഈ അൻവറിനും കരയുന്ന കൂട്ടക്കരച്ചിലിൻ്റെ കാലമായിരിക്കും. പലരും അങ്ങനെ കരയുന്ന സ്ഥിതിയിലേക്ക് ഏറ്റവും ലോട്ടറി അടിച്ചത് ഈ പറഞ്ഞതുപോലെ സ്വരാജിനാണ്. സ്വരാജ് ഒരു പവർഫുൾ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ എന്തായാലും മുഴുവനും ബാഗ് ചെയ്യാനായിട്ട് കഴിയും. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് മുഴുവനും അവർക്ക് കിട്ടുകയും UDF കിട്ടേണ്ട മുഴുവൻ വോട്ട് കിട്ടാതെ പോവുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വരാജ് ജയിക്കുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. രാഷ്ട്രീയമായിട്ട് പരിശോധിച്ചാൽ അത് ഇടതുപക്ഷത്തിന് ഗുണകരമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും തദ്ദേശ CPM-നെ സംബന്ധിച്ചിടത്തോളം, പിണറായിയെ സംബന്ധിച്ചിടത്തോളം അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ രാഷ്ട്രീയ നേട്ടമായിരിക്കും. പിണറായിസത്തിനെതിരെയുള്ള പിണറായിക്കും അത് ഗുണകരമായി തീരല്ലേ. കാരണം പിണറായിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു എന്താണ് മുദ്രാവാക്യമായിട്ട് മാറിയ ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് പിണറായി അവിടെ നിന്നും ജയിച്ചു വരുന്നത് എന്ന് പറയുന്നത്. മനസ്സിലായി? രാഷ്ട്രീയ വിജയമാണ്. അങ്ങനെ രാഷ്ട്രീയ വിജയം വന്നാൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കടന്ന് തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം വലിയ ഒരു എന്താണ് മൈലേജ് അവർക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിലും അവർക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് മൈലേജ് ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ എപ്പോഴും LDF-നും BJP-ക്കും തന്നെയാണ് ഇനി അങ്ങോട്ട് മേൽക്കൈ. BJP കുറച്ച് നാൾ മുമ്പ് ഇല്ലായിരുന്നു, പക്ഷേ ഇനി കാരണം അവരുടെ ഒരു കേഡർ സംവിധാനം, അതോടൊപ്പം തന്നെ അവർ ഈ ഓരോ വീടുകളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഒരു വിഷയം വരുമ്പോൾ ഇടപെടുന്ന രീതി. നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരെ കാണുന്നതും അല്ലെങ്കിൽ CPM-കാരെ കാണുന്നതും BJP-കാരെ കാണുന്നതും വ്യത്യാസമുണ്ട്. കോൺഗ്രസ്സുകാരെ കാണണമെങ്കിൽ തന്നെ അവർ എഴുന്നേറ്റ് വരുമ്പോൾ 11 മണിയാവും, പിന്നെ കതറൊക്കെ ധരിച്ച് വരണം. പക്ഷേ CPM ആണെങ്കിൽ അവിടെ ഓടിയെത്തും. BJP-യും ഇപ്പോൾ മാറി, അവരുടെ സേവാഭാരതി അടക്കമുള്ള കാര്യം കോൺഗ്രസ് വളരെ പിന്നിലാണ്, യൂത്ത് കോൺഗ്രസ് അടക്കം. എനിക്ക് അത് വരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ജയസാധ്യത കുറവാണ്. ഇങ്ങനെയും കൂടി സംഭവിച്ചാൽ അത് കൂടുതൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും വരുമ്പോൾ കോൺഗ്രസിന് തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. പക്ഷെ ആ തിരിച്ചുവരവിനുള്ള സാധ്യതയെ മങ്ങലേൽപ്പിക്കുന്നതായിരിക്കും നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ വിജയിക്കും എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. കാരണം ലോജിക്കലായിട്ട് UDF ആണ് ജയിക്കേണ്ടത്. പക്ഷേ ഈ തരത്തിലുള്ള പ്രതിഭാസങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ രൂക്ഷമായിട്ട് വന്നാൽ അത് UDF-ന്റെ വിജയത്തെ സാരമായ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയൊക്കെ ഇന്ന് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇത് UDF-ഉം LDF-ഉം തമ്മിലുള്ള യുദ്ധമാണ്, ഇതിൽ LDF തോറ്റുപോകും, UDF ജയിക്കും. ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറയേണ്ട രമേശ് ചെന്നിത്തല അല്ലല്ലോ, പറയേണ്ട ആളും അല്ല രമേശ് ചെന്നിത്തല. അല്ല, രമേശ് ചെന്നിത്തല കാരണം ഇന്നലെയൊക്കെ ആയിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാതിരാത്രി പോയി അൻവറെ കണ്ട് നാണം കെട്ടും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇത്തരത്തിലാക്കി തീർത്തത് VD സതീശനാണെന്ന് പറയുന്ന പ്രസ്താവന. അങ്ങനെ ഇങ്ങനെ അവർ രണ്ടുപേർക്കും ഇന്ന് പത്രക്കാരെ കാണുമ്പോൾ അത്ര സുഖകരമായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അന്തരീക്ഷമുണ്ട് എന്ന് കരുതപ്പെടുമ്പോഴാണ് ആ സ്ഥാനത്ത് കയറി മുൻ പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ മുഖ്യമന്ത്രിയാകുന്നതിൽ ഒരു മത്സരാർത്ഥിയുമായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇന്ന് പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഏറ്റവും വെറുക്കപ്പെട്ട ഈ സർക്കാർ, ആ സർക്കാരിനെ തുടച്ചു നീക്കുന്നതിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് UDF-ന്റെ ഒപ്പം ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രസ്താവന നടത്തുന്ന ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്കറിയാം, ജനാധിപത്യ സംവിധാനത്തിനകത്ത്, ഈ പാർലമെൻ്ററി സംവിധാനത്തിനകത്ത് വോട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഭരണകൂടത്തിനെതിരെയുള്ള മുഴുവൻ വോട്ടുകളെ ഒരേപോലെ സ്വാംശീകരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമാണ് ആ ഭരണകൂട സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയും.
അത് സ്പ്ലിറ്റ് ചെയ്ത് പല കഷ്ണങ്ങളായി പോയി കഴിഞ്ഞാൽ ഭരണകൂട സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കൽ ബുദ്ധിമുട്ടായിത്തീരും. അല്ലെങ്കിൽ ഈ സ്ഥിരമായി ഓരോ സ്ഥലത്തും ജയിക്കുന്ന ആളുകൾ അതുപോലെ ഭരണകൂടവും ഒക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ, ശരിക്കും പറഞ്ഞാൽ മോശമായ സ്വാധീനങ്ങൾ അവർ പുലർത്തുന്ന ആളുകളാണ്. കാരണം അവർ കിറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, അധികം വേറെ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നു. എന്തൊക്കെ അത്തരത്തിലുള്ള പല എന്താണ് നമുക്കതിന് പറയാവുന്ന എന്താണെന്ന് വെച്ചാൽ പെർക്കുകൾ, അത്തരം പെർക്കുകൾ നൽകി ഭരണം വീണ്ടെടുക്കുന്ന ഒരു കാലാവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് വന്ന് ഭവിക്കുക നമുക്കൊരിക്കലും പറയാനായിട്ട് കഴിയില്ല. എന്തായാലും മമതാ ബാനർജി കേരളത്തിൽ വരുന്നത് ഒരു വാർത്തയാണ്. അവർ കേരളത്തിൽ പ്രസംഗിച്ചാൽ തന്നെ അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് 10,000-കണക്കിന് മനുഷ്യർ തടിച്ചുകൂടാനുള്ള സാധ്യതയുണ്ട്. അത് അൻവറിന് കിട്ടുന്ന വോട്ടല്ല. കാരണം ഈ CPM-നെ പരാജയപ്പെടുത്തിയ ഒരു വലിയ ടവറിങ് പേഴ്സണാലിറ്റി വരുന്ന ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക്. അതുകൊണ്ട് അവരാദ്യം പ്രസംഗിക്കുന്ന സ്റ്റേജിൽ തന്നെ നിരവധി ആളുകൾ, ചിലപ്പോൾ UDF-ൻ്റെ ഒക്കെ ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് ആ പ്രസംഗം കേൾക്കാനായിട്ട് പോയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു വാർത്ത തന്നെയാണ്. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെക്കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യിപ്പിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.